ഹായ് സുഹൃത്തുക്കളെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടെക്നിക്കൽ PSC വിങ്ങിലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. ആർക്കൊക്കെ ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും, പുതിയ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് തുടങ്ങിയവയൊക്കെയാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ ഉള്ള ഏതാണ്ട് 55,200 മുതൽ 1,10,000 വരെയുള്ള ഏറ്റവും മികച്ച സാലറി സ്കെയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ള മികച്ച ഒരു തസ്തികയാണ് ഈ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളത്. ഭൂജല വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ് പോസ്റ്റ്. അപ്പോൾ കാറ്റഗറി നമ്പർ 466/2024 എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ. ഉടനെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആക്റ്റീവ് ആവുന്നതാണ്. ആ സമയത്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് വാട്ടർ, അതായത് ഭൂജല വകുപ്പിലേക്കാണ് ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു തസ്തിക വരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. ഒരു വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ 2016 നോട്ടിഫിക്കേഷൻ വന്നത്. 2019 റാങ്ക് ലിസ്റ്റ് വന്നു. 2023 റാങ്ക് ലിസ്റ്റ്, 2022 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ വേക്കൻസികൾ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് നിയമനങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 15 വരെയാണ്. അതുവരെ നോക്കിയിരിക്കരുത്. പ്രൊഫൈലിൽ ആക്റ്റീവ് ആയാൽ ഉടനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ദെൻ 36 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 36 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ്. 18 മുതൽ 36 വരെ 2/1/1988 ആ തീയതി ഉൾപ്പെടെ, അതായത് 1988 ജനുവരി 2-ാം തീയതി മുതൽ ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2006 വരെയാണ് അതിന്റെ ലോവർ ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുത. ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ക്വാളിഫിക്കേഷൻ മാറ്റുമോ എന്നുള്ളത്. മാറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ അതേ ക്വാളിഫിക്കേഷൻ തന്നെ. മെക്കാനിക്കലിലോ മൈനിങ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ബിടെക് ബിരുദമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഏതെങ്കിലും ഒരു ബിടെക് മതി. 50% മാർക്ക് ഉണ്ടായിരിക്കണം. അഗ്രിഗേറ്റ് 50% ഉണ്ടായിരിക്കണം എന്നുള്ളതും PSCയോടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ മൈനിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഈ 3 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ഈ നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നത് 2 years എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് വാട്ടർ വെൽ ഡ്രില്ലിംഗ് റിഗ്സ്. ഇതിൽ ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളത് അഭികാമ്യമാണ്, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് പ്രിഫറൻസ് കിട്ടും എന്നുള്ള കാര്യവും PSC പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ടാവും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ കണ്ട്, അതായത് ഈ ഡിസേറബിൾ എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഇത് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ളവർക്കേ കിട്ടുള്ളൂ, അങ്ങനെയൊന്നും കരുതുകയേ ചെയ്യരുത്. PSCക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്നവർക്ക് തന്നെയാണ് ഇതിന് നിയമനം കിട്ടുക. കാരണം ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഇതാണ്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ട് ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അതായത് പ്രൊഡക്ഷനിൽ ബിടെക് ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ തവണ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗുകാരെയും നിയമിച്ചിട്ടുണ്ട്, അവർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗുകാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അവർ ഏതിന് ഇക്വലന്റ് ആയിട്ടാണ് വെക്കേണ്ടത്? ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ട് അവരുടെ ആപ്ലിക്കേഷന്റെ സമയത്ത് അങ്ങനെ ഇക്വലൻസി കൊടുത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും നിലവാരമുള്ള ക്ലാസ്സുകളും നോട്ടുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നടന്ന കുറേ പരീക്ഷകളിൽ ഉയർന്ന റാങ്കിൽ 1-ാം റാങ്ക് ഉൾപ്പെടെ നേടിയ അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് MCQകളുടെ ഡിസ്കഷനും മറ്റുമൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുകൾ വിളിക്കാം. അവിടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്ത് ഒരു 6 മാസം ഏറ്റവും കുറഞ്ഞത് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നമ്മളെ മികച്ച റാങ്കിലേക്കും ഏറ്റവും മികച്ച ജോലികളിലേക്കും എത്തിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.